നമ്മള് കുട്ടിക്കാലം മുതൽ കേട്ട് വളർന്ന ഒരു കഥയാണ് കുറുക്കനും മുന്തിരിയും അല്ലെ? കുറുക്കന് മുന്തിരി കിട്ടാത്തപ്പോൾ ആ മുന്തിരി പുളിയാണെന്ന് പറഞ്ഞ് കുറുക്കൻ അത് ഉപേക്ഷിച്ച് പോവാണ്. ഇത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവരിലെ മനഃശാസ്ത്രപരമായിട്ട് പ്രൊജക്ഷൻ എന്നൊരു സ്വഭാവ രീതി പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കണം. മനഃശാസ്ത്രത്തില് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് അല്ലെങ്കില് വികാരങ്ങള് ഇതിനെ മറ്റൊരാള് അല്ലെങ്കില് മറ്റൊരു സാഹചര്യത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിലാരോപിക്കുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോ കുറുക്കന് മുന്തിരി പുളിച്ചതാണെന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന ഒരു ആ ഒരു പ്രക്രിയയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇത് സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നമ്മളുടെ കഴിവില്ലായ്മയെ പ്രതിരോധിക്കുന്ന ഒരു തന്ത്രമായിട്ടാണ് ഇത് മാറുന്നത്. ഇതാണ് നമ്മൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ വളർത്തിയെടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ അമിതമായിട്ട് ലാളിക്കുമ്പോൾ അവർക്ക് ഈ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ ഒരു സ്വഭാവം അറിയാതെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അത് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഒന്ന്, സ്കൂളിൽ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞാല് നമ്മൾ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഒരുപക്ഷെ പറയും, ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കാത്തത് കൊണ്ടാണ്, അല്ലെ ടീച്ചർക്ക് എൻ്റെ കൊച്ചിന് ഇഷ്ടമില്ല എന്നൊക്കെ പറയും കുട്ടിയുടെ മുന്നിൽ വെച്ച്. അപ്പോൾ സ്വന്തം കഴിവില്ലായ്മ അല്ലെ സ്വന്തം ഉത്തരവാദിത്തം മറച്ചു വെച്ചുകൊണ്ട് അത് ടീച്ചറിൽ ആരോപിക്കുമ്പോൾ കുട്ടി പഠിക്കുന്നത് എന്താണ്? സ്വന്തം ഉത്തരവാദിത്ത ബോധത്തിൽ കുട്ടി വിശ്വസിക്കുന്നില്ല, അത് മറ്റൊരാളിൽ ചാരാനാണ് അപ്പോൾ കുട്ടി പഠിക്കുന്നത്. ഇനി കളിപ്പാട്ടം കേടുവരുത്തുമ്പോൾ നമ്മൾ ഒരുപക്ഷെ കുട്ടീൻ്റെ മുന്നിൽ നിന്ന് അറിയാതെ പറയും, ഈ കളിപ്പാട്ടത്തിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെ കടക്കാരൻ പറ്റിച്ചു എന്ന്. അപ്പോൾ ആ കുട്ടിയുടെ അശ്രദ്ധയെ മറ്റൊരു കാര്യത്തിലേക്ക് തിരിച്ചു വിടുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. കുട്ടി വീട്ടിൽ വഴക്കിടുമ്പോൾ അവന്റെ കൂട്ടുകാരാണ് അവനിങ്ങനെ മോശമാക്കുന്നത്, അല്ലെ ടി വി കണ്ടത് കൊണ്ടാണ് അവനിങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ കുട്ടിയിലുള്ള സ്വഭാവ രൂപീകരണത്തെ മറ്റുള്ളവരിലേക്കും മറ്റ് സാഹചര്യങ്ങളിലേക്കും പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് കുട്ടി പഠിക്കുന്നത്. ഇങ്ങനെ വളരുമ്പോൾ കുട്ടികൾ സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാതെ മറ്റുള്ളവരിലേക്ക് പഴി ചാരുന്ന ഒരു സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കും. ഇത് ഇവരിൽ ഭാവിയിൽ എൻ്റെ തെറ്റല്ല മറ്റുള്ളവരുടെ തെറ്റാണ് എന്ന് പറഞ്ഞു ശീലിക്കുന്നതിലൂടെ ഇതവരുടെ വ്യക്തിബന്ധങ്ങളെ, ജോലിയെ ഒക്കെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഒരു കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിന്റെ പരിപൂർണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവനെ പഠിപ്പിക്കണം. അതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോവാൻ കഴിയും എന്നുമാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. കുറുക്കന് മുന്തിരി പുളിയാണെന്ന് പറഞ്ഞ് ശീലിക്കുന്നതിന് പകരം ഇത് എൻ്റെ തെറ്റാണ്, എനിക്ക് ഇത് എങ്ങനെ നേടാൻ കഴിയും എന്ന് ചിന്തിക്കാനുള്ള കഴിവാണ് നമ്മൾ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത്. നിങ്ങളുടെ അഭിപ്രായത്തില് കുട്ടികളെ ഈ കഥ പഠിപ്പിക്കുന്നത് ശരിയാണോ?